കാർഷിക നിയമങ്ങളെല്ലാം തച്ചുടച്ച മഹാന്മാരൊക്കെ എവിടെയാണ്? പൈനാപ്പിളും തിന്ന് റോഡിൽ കിടന്നാൽ മതിയോ? പൈനാപ്പിളും തിന്ന് റോഡിൽ കിടക്കാതെ വന്നിറങ്ങി നിങ്ങൾ എന്താണോ ഈ നിയമങ്ങൾ തച്ചുടച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കാർഷിക സമൂഹത്തിനും ആ കാർഷിക സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സ്വന്തം അന്നം എന്ന് വിചാരിച്ച് ശുദ്ധമായ പച്ചക്കറിക്ക് വിഷമൊന്നും ചേർത്ത് കര കടന്നു വരുന്ന അതിര് കടന്നു വരുന്ന പച്ചക്കറിക്കല്ല ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഇനി ക്യാൻസർ ഉണ്ടായി മറ്റു രോഗങ്ങളുണ്ടായി ഇതിൽ നിന്നുണ്ടാവുന്ന ലാഭത്തിന്റെ 10 ഇരട്ടി ആശുപത്രികളിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ഉപഭോക്തൃ സമൂഹമുണ്ട്. അവരാ കർഷകനെ ദൈവമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കർഷകനെ കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുകയാണ് ആ 3 കാർഷിക നിയമങ്ങൾ തച്ചുടച്ചത് വഴി. ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ. പക്ഷേ കാർഷിക നിയമങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് വരണം, ആഴത്തിൽ പഠിച്ചിട്ട് വരണം. ഇനി കാർഷിക നിയമങ്ങൾ മുഴുവൻ തച്ചുടച്ചതിന് ശേഷം കർഷകരെല്ലാം ഇപ്പൊ സന്തുഷ്ടരാണോ? ആർക്കെങ്കിലും അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നടപ്പ് ജീവിത സംസ്കാരം അല്ലെങ്കിൽ സംവിധാനം ഒരുക്കി കൊടുക്കാൻ സാധിച്ചോ? പത്രസമൂഹത്തിനോടും പറയുകയാണ്, എല്ലാവരും കൂടി കൂട്ടുനിന്നത് തച്ചുടച്ചു കഴിഞ്ഞ് ഇന്ന് കർഷകൻ, കുട്ടനാട്ടിലെ നെൽ കർഷകൻ, പാലക്കാട്ടെ നെൽ കർഷകൻ റോഡ് സൈഡിൽ റോഡ് ടാർ ചെയ്യാൻ പാറ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ ഇത് നെല്ല് കൂട്ടിയിടുന്നില്ല. അവന് കണ്ണീരില്ല. ആ കണ്ണീര് നിങ്ങൾക്ക് വേദനയാവില്ല? ഉത്തരം പറയണം. ഇത് ചരിത്രത്തിൽ കുറിക്കപ്പെട്ട് എന്ന് ഈ 3 നിയമങ്ങൾ തച്ചുടച്ചോ അത് ചരിത്രത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന അടിയന്തരാവസ്ഥ പോലെ തന്നെയുള്ള ഒരു കിരാത ദിനമാണ്. ഇത് വളരെ വ്യക്തമായ ധാരണയോട് കൂടി തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെയാണ് ഫാമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്ന കോമ്പൻസേറ്ററി പ്രവർത്തനം അന്ന് തുടങ്ങി വെച്ചത്. ഒരു ചെറു തോണിയിൽ, ഒരു ആമാട പെട്ടിയിലാണ് FPCയുടെ, വെള്ളായണി FPCയുടെ ഇന്ന് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശക്തമായ പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നത്. ആ തോണിയിൽ ഞാനും വന്നു, അല്ലേ? ആ തോണിയിലല്ലേ ഞാൻ വന്നത്? അതിൽ ആ ആമാടപ്പെട്ടി എടുത്ത് പുറത്തു വെച്ച് അത് പ്രഖ്യാപനം നടത്തിയത്. അവിടെ നിന്ന് ഇന്ന് ഈ സ്ഥാപനത്തിലെത്തിയിരിക്കുന്നു. 2016 ഞാൻ MP ആയി ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്ന് ആദ്യമായി കാറിൽ നിന്നിറങ്ങി കാലുകുത്തിയ ഇടം ഇതാണ്. അന്നത്തെ അവസ്ഥ എന്താണെന്ന് പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ അന്നത്തെ ചിത്രങ്ങൾ കിട്ടുമെങ്കിൽ ഒന്നെടുത്ത് ജനങ്ങളെ കാണിച്ചു കൊടുക്കൂ. അവിടെ നിന്ന് ഇതൊരു സൗധമായി വരും, ഒരു സ്വപ്നം എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ കാഴ്ച, ഈ സൗകര്യം. ഇതിനിയും വിപുലമാകും. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് MP ഫണ്ടിൽ നിന്ന് ഇതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനാകുമായിരുന്നു. നിയമം എനിക്ക് തൃശ്ശൂർ മാത്രമേ ചെയ്യാൻ സാധിക്കൂ MP ഫണ്ടിൽ നിന്ന്. പക്ഷെ അതിന് ഞാൻ മറ്റ് മാർഗങ്ങൾ കാണും. തിരുവനന്തപുരത്തെയും ഒരു കാരണവശാലും ഈ കല്ലിയൂർ ഗ്രാമത്തെയും ഞാൻ മറക്കില്ല. ഞാൻ ആദ്യാക്ഷരം രാഷ്ട്രീയത്തിലൂടെ നേടുന്ന ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ പ്രവർത്തനം, അഡ്മിനിസ്ട്രേഷൻ, ഒരു MP-യുടെ നിർവഹണത്തിന്റെ ആദ്യാക്ഷരം ഹരിശ്രീ കുറിച്ച മണ്ണാണ് ഈ ഭൂമി. അവിടെയാണ് ഇത് തലയെടുപ്പോടുകൂടി പ്രദീപിന്റെ നാമത്തിൽ ഇത് നിൽക്കുന്നത്. ഇതിന് തിളക്കം ഓരോ കാലഘട്ടത്തിലും സമ്മാനിക്കാൻ പാകത്തിൽ എൻ്റെ ഒരു ശേഷിച്ച ജീവിതകാലം കൊണ്ട് ആ തിളക്കം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന്